പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിനെ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട മാളികക്കൽ സുലൈമാൻ സക്കാഫി ദുർവ്യാഖ്യാനം ചെയ്യുകയും തിരിമറി നടത്തുകയും ചെയ്തപ്പോ അതിശക്തമായി സംസാരിച്ചവരാണ് മറുഭാഗത്തിരിക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് വേണം. സ്വാഭാവികമായും ഫൈസൽ മുസ്ലിയാരെ പോലെയുള്ള ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടികൂടണം, തർക്കമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല. അത്ര ആത്മധൈര്യമുള്ളതുകൊണ്ട് കോയിച്ചന സംവാദത്തിൽ കൃത്യമായ പദപ്രയോഗത്തിലൂടെ അതീവ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് സംസാരിച്ചു എന്ന് ഉറപ്പുള്ളതുകൊണ്ടും പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുള്ളതുകൊണ്ടും വലിയ ഏറ്റവും ശക്തമായ രൂപത്തിൽ തന്നെ അബ്ദുറഹ്മാൻ സലഫിയെ ഏതൊക്കെ സ്റ്റേജുകളിൽ വെച്ച് വെല്ലുവിളിക്കാൻ പറ്റുമോ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, തർക്കമില്ല. പത്തപിരിയത്ത് വെച്ചും വീണ്ടും ആവർത്തിച്ചു, സംവാദത്തിലേക്ക് വിളിച്ചു. പക്ഷേ പല സ്ഥലത്ത് വെച്ചും ഒഴിഞ്ഞുമാറി ഈ അബ്ദുറഹ്മാൻ സലഫിക്ക് പത്തപിരിയത്തിലെ അവിടെ കൂടെ നിൽക്കുന്ന ISMന്റെ മക്കൾക്ക് മുമ്പിൽ നാണക്കേടാകുമെന്ന് കണ്ടപ്പോ വീട് വെച്ച് താമസിക്കുന്ന നാട്ടിൽ വെച്ച് തന്നെ ഈ കൂട്ടം ആളുകൾ വന്ന് വെല്ലുവിളിക്കുമ്പോൾ അത് സ്വീകരിക്കാതിരുന്നാൽ തന്റെ നിലനിൽപ്പിന് അത് മോശമാണ് എന്ന് മനസ്സിലാക്കി ഇതാ അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്, അതല്ലെങ്കിൽ ഏറ്റെടുപ്പിക്കുകയാണ്. സത്യത്തിൽ മറുവിഭാഗത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ ചിന്ത തന്നെ എന്താകാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സംവാദം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു പുകഞ്ഞ കൊള്ളിയായി കാണുന്ന ഇവർക്ക് ഇദ്ദേഹത്തെ ഒന്ന് ആളുകൾക്ക് പഠിപ്പിക്കാനും ഇത്രയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുവാനും നിർബന്ധപൂർവം അവർ സംവാദത്തിനിരുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ജാമ്യയിൽ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വലിയ വെള്ളപ്പൊക്കമാണ് ഈ വരുന്നത്, വാപൊളിച്ചു നിൽക്കുന്ന തബലകൾ ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുമെന്നൊക്കെ വലിയ വീരവാദം മുടക്കിയ ആളുകൾ വലിയൊരു വെള്ളപ്പൊക്കത്തെ തടുക്കാൻ തവളയും വേണ്ട എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സംവാദമായിരുന്നു അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇവിടെ ഫൈസൽ മുസ്ലിയാർ സംവാദത്തിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ഇല്ല, ഫൈസൽ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തിത്വം ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് തെളിയിക്കാനായില്ല. സംവാദത്തിൽ ഇരുന്നവർ അത് കൃത്യമായി വിശദീകരിക്കും. കേട്ട നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. രണ്ടാമത് അവർ ദുർവ്യാഖ്യാനിച്ച ആയത്തുകളെ എടുത്തു പറഞ്ഞു. ഒരക്ഷരം മിണ്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അല്ലെ, പരിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളെ അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ കൂടെ നിൽക്കുന്നവർ ചെയ്തിട്ടുണ്ട്. സംഘടനാ താൽപര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിനെ അവർ ദുർവ്യാഖ്യാനിച്ചു എന്ന് സംവാദത്തിൽ പറഞ്ഞു. ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. മൂന്നാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 175-ാമത്തെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു എന്ന് സംവാദത്തിൽ കൃത്യമായി ഇവിടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സൂറത്ത് ജിന്നിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒട്ടനവധി ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചത്, ഹദീസുകളെ തള്ളിക്കളയുന്നത്, ഇതെല്ലാം എടുത്തുദ്ധരിച്ചിട്ട് അവിടെയൊന്ന് തൊടാൻ ഈ അബ്ദുറഹ്മാൻ സലഫിക്കോ കൂടെയുള്ള ആളുകൾക്ക് പ്രേരണ കൊടുക്കുവാനോ സാധിച്ചില്ല. അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ ഇതാ ഇവർ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആവർത്തിച്ച് സ്റ്റേജ് കിട്ടുമ്പോൾ പറയുന്നവർ നേർക്ക് നേരെ കിട്ടിയപ്പോ അന്ധവിശ്വാസത്തിന്റെ ഒരു അക്ഷരം പോലും അവിടെ പറയാൻ ധൈര്യമില്ലാതെയായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സാധാരണ സമസ്തക്കാർ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്യുന്നത് പോലെ, അനസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെപ്പടാച്ചി അടിക്കുന്നത് പോലെ ചില ചെപ്പടാച്ചി വർത്തമാനങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടുന്ന സംഭവമാണ് നമുക്ക് കാണേണ്ടി വന്നത്. ഫൈസൽ മുസ്ലിയാർ ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കാനുണ്ടല്ലോ, അബ്ദുൽ മാലിക് സലഫി ഇവിടെ പറയാനുണ്ട്, ഷെരീഫ് കരുവാനുണ്ട്, സംസാരിക്കാനുണ്ട്. ഞാൻ ആ സംവാദം നിങ്ങൾ കേട്ടതുപോലെ ഞാനും കേട്ടപ്പോ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് മാത്രമാണ് മറുപടി പറഞ്ഞത്. ബാക്കി 4 ചോദ്യങ്ങൾക്കും മാന്യമായി മറുപടി പറയാൻ അബ്ദുറഹ്മാൻ സലഫി തയ്യാറായിട്ടില്ല. ഒരു ചോദ്യത്തിലേക്ക് അദ്ദേഹം വന്നിട്ടേയില്ല.
നാട് നീളെ ഇതാ ഇവർ വസീലത്തുനില ഷിർക്കാനെന്ന് പറഞ്ഞ് ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഷിർക്കിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പാവപ്പെട്ട മനുഷ്യരെ തൗഹീദിന് വേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്നവരെ ഷിർക്കിൽ കൊണ്ടുപോയി തളച്ചിടാനാണ് ഇവരിത് പറയുന്നത് എന്ന് നാടുനീളെ പ്രസംഗിക്കുന്ന സലഫിയും കൂട്ടാളികളും വലിയ നാവിട്ടടിക്കുന്നവർ അവിടെ വെച്ച് പറഞ്ഞുപോയി. എന്ത് ആലു ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ഫൈസൽ മുസ്ലിയാർ ചോദിച്ചപ്പോ, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ വരും, ചോദ്യത്തിന്റെ മറുപടിയായി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞുപോയി, അത് മുസ്ലിം ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. മുസ്ലിം ജിന്നിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതാണ് വസീലത്തുനില ഷിർക്ക്. കാഫിർ ജിന്നാണെങ്കിൽ അതാണ് ഷിർക്ക്. അബ്ദുറഹ്മാൻ സലഫി ഇതാ ഈ ഇരിക്കുന്ന ഫൈസൽ മുസ്ലിയാരോ അബൂബക്കർ സലഫിയോ അതുപോലെ അബ്ദുൽ മാലിക് സലഫിയോ കെ സക്കരിയ സലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാരോ അവരാരും തന്നെ പറഞ്ഞിട്ടില്ലാത്തത്ര ബിന്ദം സ്ട്രോങ് ആയി ആ വിഷയത്തെ സമൂഹത്തിന്റെ മുമ്പാകെ ഇത്ര ചെറിയ പണ്ഡിതന്മാരെ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയപ്പോൾ തന്നെ പറയേണ്ടി വന്നു എന്നതാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ശരിക്കും ആളുകൾ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന്റെ ആമുഖ സംസാരം മാത്രം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ISMകാരോടും MSMകാരോടും പറയാനുള്ളത്, ഇനിയെങ്കിലും വിഷയങ്ങളെ നമ്മൾ പഠിക്കണം. കൊണ്ടുവാടാ ഇങ്ങോട്ട്, എന്റെ മുമ്പിലേക്ക് കൊണ്ടുവാടാ, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്നവിടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അവർക്കൊന്നും ചെയ്യാനാവില്ല എന്ന് കൃത്യമായി തെളിയുകയാണ്. ഇവിടെ ഒന്നും ചെയ്യാനാവില്ല. സംവാദം കേട്ടിരുന്ന സാധാരണക്കാർ പറഞ്ഞുപോയി, ഇതിനേക്കാൾ നല്ലത് ഒന്നും അറിയാത്ത, കിതാബിൽ നിന്ന് വരികളെടുത്ത് ഉദ്ധരിക്കാൻ അറിയാത്ത ചാരനായ അബ്ദുൽ നാസർ സുല്ലമി തന്നെ ഇതിനേക്കാൾ നല്ലത് എന്ന് സംവാദം കണ്ടിരുന്നവർ പറഞ്ഞുപോയതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചോദ്യത്തിന്റെ മർമ്മത്തിലേക്ക് വരാനോ അതിന് ആൻസർ പറയാനോ അത് തൊട്ടാൽ കുടുങ്ങിപ്പോകുമെന്നതുകൊണ്ട് ആ ഭാഗത്ത് സ്പർശിക്കാൻ പോലും തയ്യാറാവാതെ കുടുങ്ങിപ്പോയപ്പോ ജിന്ന് അഭൗതികമാണ് എന്ന് പറഞ്ഞ് വരുത്തിവെച്ചവർ ഇതാ അവിടെ വെച്ച് ആ പദപ്രയോഗം നടത്തിയാൽ പിന്നെ പറഞ്ഞ മറുപടിക്ക് പിറകെ ധാരാളം ഉപചോദ്യങ്ങളും കുത്തി ചോദ്യങ്ങളും വരുമെന്ന് മനസ്സിലാക്കി ആ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാതെ തടി രക്ഷപ്പെടുത്തുന്ന രംഗമാണ് കണ്ടത്. ഇൻഷാ അല്ലാഹ് ജമാഅത്തിന്റെ സമയമാവുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇവിടെ കൂടിയവരോട് ഒരിക്കൽ കൂടി പറയട്ടെ, ആ CD വേഗത്തിൽ വാങ്ങി ആ CD എല്ലാവരിലേക്കും എത്തിച്ച് വിഷയത്തെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണേ എന്ന് ആളുകളോട് പറയണം. ഒരുപാട് കാര്യം. ഇനിയും ഇത് കേട്ട ഇടവണ്ണയിൽ ആളുകൾ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇതാ ഇവർ ശിർക്ക് ചെയ്യുന്നവരാണ്, ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയമറിയാതെ സംസാരിക്കുന്നവരെ നിലവിളക്ക് എന്ന് പറയുന്ന നിലവിളക്കിന് തീ കൊളുത്തി ദാ KNMന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ഡോക്ടർ സുൽഫീഖർ അലി ആ നിലവിളക്കിന് തീ കൊളുത്തിയ രംഗം നമ്മൾ കണ്ടു. 4 ദിവസം നീണ്ട ക്യാമ്പ് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഡോക്ടർമാരോട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാതെ ഇതാ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി, ഇങ്ങനെയാണ് ഒരു മുജാഹിദിന്റെ സ്വഭാവം, ചെയ്താൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കമാൻഡ് അടിക്കുകയല്ലാതെ ആ ക്യാമ്പിൽ ഡോക്ടർമാരോട് ഈ ഇസ്ലാമിന് യോജിക്കാത്ത കാര്യമാണെന്ന് പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. MSMയിലൂടെ വളരുന്ന കുട്ടികൾ, അത് കേട്ടുപഠിക്കുന്ന ബാലവേദി കുട്ടികൾക്ക് പോലും അറിയാം നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന്. കുഞ്ഞാലിക്കുട്ടി അല്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനോ അതല്ലെങ്കിൽ സമസ്ത വിഭാഗത്തിന്റെ പണ്ഡിതനോ അല്ല. ആ കുഞ്ഞാലിക്കുട്ടി പോലും പാടില്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഷിർക്കില്ലാത്തവിടെ നേരെ ഷിർക്ക് പറഞ്ഞാൽ മലന്ന് കിടന്ന് തുപ്പിയവനെ പോലെ അത് നെഞ്ചിലേക്ക് തിരിച്ചുവെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രഖ്യാപനമാണെങ്കിൽ, ഷിർക്കില്ലാത്തവരെ ഷിർക്കിൽ ആരോപിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നതിന് അള്ളാഹു കൊടുത്ത ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണിത് എന്ന് മനസ്സിലാക്കണം. മടവൂർ വിഭാഗം നമ്മളെ പറ്റി അത് പറഞ്ഞപ്പോ അമ്പലത്തിൽ തേങ്ങ ഉടക്കാനും അതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ ഭാഗത്തുനിന്നുണ്ടായത് അള്ളാഹു അത് തെളിയിക്കുകയായിരുന്നുവെന്ന് ഈ ചുരുങ്ങിയ മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സാധാരണക്കാരെ നിങ്ങൾ പഠിക്കണം, എന്താണ് ശിർക്ക്, എന്താണ് ശിർക്കിലേക്ക് എത്തുന്ന മാർഗങ്ങള്, ഏതാണ് ഹറാമ് ഒക്കെ ഒന്ന് പഠിച്ച് ആയത്തിന് ആരാണ് ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത്, ലോകത്തിന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞവരാരാണ്,
എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ശിർക്കിലെത്തിപ്പെട്ടത് ആരാണ് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം, പഠിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ആമുഖമായി സൂചിപ്പിച്ച് ഞാൻ എന്റെ വർത്തമാനം അല്ലെങ്കിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇതൊരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇത് സമൂഹത്തിനൊരു വെളിച്ചമാക്കി ആളുകൾക്ക് ദിശാബോധം നൽകുന്ന ഒരു സംസാരമാക്കി ഈ സംവാദത്തെ അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊട്ടടുത്ത് ഈ കാണുന്നത് നമ്മുടെ പള്ളിയാണ്, അപ്പുറത്തുമൊക്കെ നമ്മുടെ പള്ളികളാണ്. അതുകൊണ്ട് ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ സംസാരമില്ല. ഈ സംസാരത്തോടുകൂടി നമ്മൾ പിരിയുകയാണ്. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ വേഗത്തിൽ ഈ വേദിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.